വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എയർലൈൻ ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോ. ടോപ്പിൻ്റെ മെറ്റീരിയൽ ജോർജറ്റാണ്. 2 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. നെക്കിലും സ്ലീവിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. 1/2 മീറ്ററാണ്. ക്രേപ്പിൻ്റെ ലൈനിങ്ങും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ലൈനിങ് ഫാബ്രിക്കിലാണ് ആദ്യം മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുന്നത്. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 14 ഇഞ്ചാണ് ഷോൾഡർ, അതിൻ്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അവിടുന്ന് താഴത്തേക്ക് 7.25 ഇഞ്ച്, 1/4 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഷോൾഡറിൻ്റെ പകുതി തന്നെയാണ് താഴത്തേക്കും എടുക്കുന്നത്. അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കണം. ഇനി ആം ഹോൾ കർവ് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴത്തേക്ക് എടുത്ത് 7 ഇഞ്ചിൻ്റെ പകുതി മാർക്ക് ചെയ്യണം. പിന്നെ ചെസ്റ്റ് റൗണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ 8.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് ഈ 2 പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ ആം ഹോൾ കർവ് വെച്ച് അല്ലെങ്കിൽ കൈ വെച്ചാണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി വീണ്ടും ഇതുപോലെ കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി നെക്കിൻ്റെ വൈഡും ഡെപ്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തെന്നേ ഉള്ളൂ. നമുക്ക് ആ നെറ്റ് ജോയിൻ ചെയ്തെടുക്കേണ്ട ഭാഗമാണ്. അതിനുശേഷം ഷോൾഡറിൽ നിന്ന് നമ്മൾ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ലൈനിലേക്കുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കുക. 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വേസ്റ്റ് ലൈനിൽ നിന്ന് നേരെ താഴത്തേക്ക് ചെരിച്ചിട്ടാണെങ്കിലും എ ലൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഹിപ്പിൻ്റെ മെഷർമെൻറ്റും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തുണിയുടെ വീതി അനുസരിച്ച് താഴത്തേക്ക് ചെരിച്ച് എ ലൈൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചു കൊടുക്കാം. ടോപ്പിന് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതും കൂടെ നോക്കിയിട്ട് ഫാബ്രിക്കിൽ അത് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് മെയിൻ ഫാബ്രിക്കും ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കണം. അടുത്ത സ്ലീവിൻ്റെ കട്ടിംഗ് ആണ്. പഫ് സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നോർമൽ സ്ലീവ് ഇതുപോലെ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പില്ലാതെ കറക്റ്റ് ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 5 ഇഞ്ച്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ ആം ഹോൾ റൗണ്ട് വരുന്നത് 14 ഇഞ്ചും കൈയുടെ വണ്ണം, അതായത് കൈയുടെ മുകൾ ഭാഗത്തെ വണ്ണം വരുന്നത് 12 ഇഞ്ചുമാണ്. അപ്പോൾ ഈ 2 മെഷർമെൻറ്റിൻ്റെയും കൂടെ ഓരോ ഇഞ്ച് വീതം ലൂസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുക്കുക. അപ്പം ആം ഹോളിൻ്റെ 7.5ഉം അതുപോലെ കൈയുടെ റൗണ്ട് മെഷർമെൻറ്റ് വരുന്നത് 6.5ഉം ആണ്. അപ്പോൾ ഈ 2 മെഷർമെൻറ്റും ജോയിൻ ആവുന്ന ഒരു പോയിൻ്റ് കണ്ടുപിടിക്കുക. അവിടെയാണ് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യേണ്ടത്. ടേപ്പ് ഇതുപോലെ വെച്ച് നോക്കുക. 6.5 ഇഞ്ചും ഇത് കൈയുടെ വണ്ണമാണ്. 6.5 ഇഞ്ച് മുകളിലേക്ക് എടുക്കുന്നത് ആം ഹോളിൻ്റെ. അപ്പോൾ 6.5 ഇഞ്ച് മുകളിലേക്ക് 7.5 ഇഞ്ച്, അത് 7.25 ആണെങ്കിലും മതി. നമ്മൾ കൈക്കുഴി വളച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റ് 7.5 തന്നെ കിട്ടും. ഇതുപോലെ മാറ്റി മാറ്റി വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. 6.5 7.5 എവിടെയാണോ ഒരുപോലെ വരുന്നത് ആ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയും ഒരു ലൈൻ വരച്ചു കൊടുക്കണം. അതിനുശേഷം ഇപ്പം നമ്മൾ വരച്ച ലൈനിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യണം. 6.5യുടെ പകുതി 3.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് മുകളിൽ നമ്മൾ വരച്ച ലൈനിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കുക. അതിൻ്റെ
നേരെ പകുതി എടുക്കുക. നേരെ പകുതിയും ഒരു പോയിൻറ്റും കൂടെ എടുക്കുന്നുണ്ട്. അത് അവിടെ ഇതുപോലെ ഒരു പോയിൻ്റ് കൊടുക്കുക, ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം കൈക്കുഴി വരച്ചെടുക്കാം. ആം ഹോൾ കർവ് വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും വരച്ചെടുക്കാം. ഇതുപോലെ കൈക്കുഴി വരച്ചെടുക്കുക. അതിനുശേഷം താഴെ നമുക്ക് എത്ര റൗണ്ടാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. താഴെയും ഗ്യാദേഴ്സ് വരുന്നതാണെങ്കിൽ കൂടുതൽ മെഷർമെൻറ്റ് എടുക്കണം, കൂടുതൽ തുണി എടുക്കണം. അതല്ലെങ്കിൽ കറക്റ്റ് സ്ലീവിന് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ താഴെയും ഗ്യാദേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇത് പക്ഷേ നമ്മൾ നോർമൽ സ്ലീവിൻ്റെ പാറ്റേൺ ആണല്ലോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ തുണി അധികം ഇടാതെയാണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒരു 1.5 ഇഞ്ചോളം എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. അതും മാർക്ക് ചെയ്ത് വരച്ചെടുക്കുക. ആം ഹോള് നമ്മൾ മെഷർ ചെയ്ത് നോക്കണം കറക്റ്റ് ആണോ എന്ന്. കറക്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ ഹാഫ് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ ഇത് മാറ്റി വരയ്ക്കണം. തയ്യൽ തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നെറ്റിൻ്റെ ഫാബ്രിക്കിലേക്ക് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. തയ്യൽ തുമ്പ് നമ്മൾ ഈ പേപ്പറിൽ ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അതും കൂടെ എക്സ്ട്രാ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ പഫിന് വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ചോളം ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 2.5 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി നമ്മുടെ ഒരു ഇഞ്ച് പഫിൻ്റെ ഹൈറ്റിന് വേണ്ടിയിട്ട് പൊങ്ങി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് കൊടുക്കുന്നുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതൽ പൊങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഒരുപാട് പൊങ്ങി നിന്നാലും ഒരു ഭംഗി ഉണ്ടാവില്ല. എനിക്ക് ചെറിയ സ്ലീവ് മതി, അതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് കൊടുത്തിട്ട് പേപ്പർ ഇതുപോലെ ഇതിലേക്ക് വെച്ച്, ഇപ്പം നെറ്റിൻ്റെ തുണി ആയതുകൊണ്ടാണ് മാർക്ക് ചെയ്താൽ ശരിക്കും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പേപ്പർ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ട് തന്നെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. താഴെ തയ്യൽ തുമ്പ് കൊടുക്കാൻ മറന്നു പോകരുത്. ഇതേപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഗ്യാദേഴ്സ് എവിടെ നിന്നാണ് ഇട്ട് തുടങ്ങേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ 2 ഭാഗത്തും താഴെയും മുകളിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാൻ. നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. അതിനാദ്യം ലൈനിങ്ങിൻ്റെ താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫ്രണ്ടും ബാക്കും മെയിൻ ഫാബ്രിക്കിനോട് ജോയിൻ ചെയ്തെടുക്കുന്നു. ഇനി ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ നെറ്റ് ജോയിൻ ചെയ്യേണ്ട, നമ്മുടെ ശരിക്കുള്ള നെക്കിൻ്റെ അളവുകളല്ല, നെറ്റ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നെക്കിൻ്റെ മെഷർമെൻ്റ് ആണ്. 5 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്, അതായത് ടോട്ടൽ 10 ഇഞ്ച് വൈഡ്. അതുപോലെ നെക്കിൻ്റെ ഡെപ്ത്ത് കൊടുക്കുന്നത് 6.25 ഇഞ്ചാണ്. 6 ഇഞ്ച് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയാണ്. അതിതുപോലെ ഒരു ബോക്സ് വരച്ച് നെക്കിൻ്റെ ഷേപ്പ് ക്യാൻവാസിൽ വരച്ചെടുക്കുകയാണ്. ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. ഇതുപോലെ വരച്ചെടുക്കുക. നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്, അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഷേപ്പ് ക്യാൻവാസിൽ വരച്ചെടുക്കണം. ഇതേ മെത്തേഡിൽ തന്നെ ബാക്ക് പാർട്ടിൻ്റെ നെക്കും വരച്ചെടുക്കണം. ബാക്ക് പാർട്ടിൽ നമുക്ക് എത്രയാണോ കറക്റ്റ് നെക്കിൻ്റെ വിഡ്ത്തും ഡെപ്ത്തും വേണ്ടത് അതാണ്. ഫ്രണ്ടിൽ മാത്രമാണ് നെറ്റ് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം.
ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും ക്യാൻവാസ് ഇതുപോലെ കട്ട് ചെയ്ത് ഫാബ്രിക്കിൽ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ചെയ്തെടുക്കാം. അതിന് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യണം. രണ്ട് തുണിയിലും സെൻറ്റർ മാർക്ക് ചെയ്ത് ഒരേപോലെ വെച്ച് പിൻ ചെയ്തിട്ടായിരിക്കും. ജോർജറ്റിൻ്റെ ഒക്കെ ഫാബ്രിക് ആണെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ക്യാൻവാസ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ അടിയിലേക്ക് നെറ്റിൻ്റെ ഫാബ്രിക് വെച്ച് കൊടുക്കണം. ഡിസൈൻസിൻ്റെ ഡയറക്ഷൻ നോക്കി വേണം വെച്ച് കൊടുക്കാൻ, തിരിഞ്ഞു പോകാതെ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നെറ്റിൻ്റെ ഫാബ്രിക്കിലേക്ക് നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വൈഡ് കൊടുക്കുന്നത് 7 ഇഞ്ചും ഡെപ്ത് കൊടുക്കുന്നത് 4 ഇഞ്ചുമാണ്. അപ്പം 3.5 ഇഞ്ച് വൈഡ് പകുതി മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെപ്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ആദ്യം ക്യാൻവാസ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഈ നെക്ക് മാർക്ക് ചെയ്യുന്ന പോയിന്റിലേക്ക് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ആ 1.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ താഴത്തെ നെക്കിൻ്റെ ഷേപ്പും മുകളിലത്തെ ഷേപ്പും വേറെ വേറെ ആയിട്ടിരുന്നാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. രണ്ടും ഒരേപോലെ നിൽക്കണം. അപ്പം ഒരേ വിഡ്ത്ത് തന്നെ മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നെക്ക് ക്രോസ് പീസ് വെച്ചാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്.
ബാക്ക് പാർട്ടും ക്യാൻവാസ് വെച്ച് ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഭാഗം ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തൊന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങും ആ ക്യാൻവാസും ഉൾപ്പെടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് കാണാതെ ഹൈഡ് ചെയ്ത് തയ്ക്കാൻ പറ്റും. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ആണ്. സ്ലീവിൻ്റെ മുകളിലത്തെ ഭാഗത്ത് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ചെറിയ പ്ലീറ്റ്സോ ഗ്യാദേഴ്സോ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷം ചെറിയ പ്ലീറ്റ്സോ ഗ്യാദേഴ്സോ ഇട്ടെടുക്കാം. താഴെ നമ്മൾ മടക്കി അടിച്ചതിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജോർജറ്റിൻ്റെ തന്നെ ഒരു പീസ് സ്ട്രെയിറ്റ് പീസ് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്ത് നമ്മളിപ്പോൾ ചെറിയ പ്ലീറ്റ്സ് താഴെ ഇട്ട് കൊടുത്തല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഒരു പടി പോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരം താഴെ ഇലാസ്റ്റിക് ഇട്ടാണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ നെറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് ഇലാസ്റ്റിക് പുറത്തേക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ഒരു പടി വയ്ക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഇതുപോലെ 2 സ്ലീവ്സും ചെയ്തെടുക്കണം. ഇനി അടുത്തത് സ്ലീവ്സ് ജോയിൻ ചെയ്യുന്നതാണ്. സ്ലീവ് വയ്ക്കുന്നതിന് മുന്നേ ഷോൾഡറിൻ്റെ കുറച്ച് ഭാഗം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇന്നറിൻ്റെ സ്ട്രാപ്പൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ പീസ് സ്ട്രെയിറ്റ് പീസ് അതിൻ്റെ അറ്റത്ത് പ്രസ് ബട്ടൺ പിടിപ്പിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതാദ്യം ഷോൾഡറിലേക്ക് വെച്ച് കൊടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്ലീവ് സാധാരണ ജോയിൻ ചെയ്യുന്ന പോലെ ജോയിൻ ചെയ്തെടുക്കുക. സ്ലീവ്സ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പ്രസ് ബട്ടണും പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നറിൻ്റെ സ്ട്രാപ്പൊക്കെ അതിനുള്ളിൽ ലോക്ക് ചെയ്ത് വയ്ക്കാം. സ്ലീവ്സിൻ്റെ അറ്റം നമ്മൾ ജോയിൻ ചെയ്തതിൻ്റെ അറ്റം ഇങ്ങനെ കുത്തിക്കൊള്ളാതെ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് ജോയിൻ ചെയ്യുന്നതാണ്. കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് ഇതുപോലെ ജോയിൻ ചെയ്യുക. വേസ്റ്റ് ലൈനിൻ്റെ കുറച്ച് താഴെ ഭാഗത്ത്, അതായത് നമ്മൾ ഹിപ്പ് മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്യുന്ന ആ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് നിർത്തണം. അവിടുന്ന് താഴത്തേക്ക് മെയിൻ ഫാബ്രിക് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് ഫാബ്രിക് മുകളിലേക്ക് മാറ്റി വെച്ച് മെയിൻ ഫാബ്രിക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കണം.
മെയിൻ ഫാബ്രിക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ലൈനിങ് 2 പീസും ഇതുപോലെ ചേർത്ത് വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ടോപ്പിൻ്റെ 2 ഭാഗവും ഫിനിഷ് ചെയ്തെടുക്കണം. പിന്നെ ടോപ്പിൻ്റെ താഴത്തെ ഭാഗം ലെങ്ത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മടക്കി അടിച്ചു കൊടുക്കാം.